Praise the Lord. Hallelujah. Thank you, Jesus. Hallelujah. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുക. ആ നല്ലവനായ ദൈവത്തെ ഇന്ന് രാത്രി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവൻ എത്രയോ നല്ലവനാണ്. ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, നിരാശകളിൽ നിന്ന് ആമേൻ കർത്താവ് നമ്മളെ വിടുവിച്ചു. ഈ ദിവസം, ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് ഒരുക്കുക. നല്ല ഈ ദിവസത്തെ ഓർത്തുകൊണ്ട്, നല്ല ഹല്ലേലൂയ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, കരുണയെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിയും ആരാധനയും ഇന്ന് രാത്രി കർത്താവിന് കൊടുക്കുവാൻ, സ്തുതികൾ മേൽ വസിക്കുന്നതായ ദൈവം, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കുവാൻ. ഹല്ലേലൂയ. അല്പനേരം നമുക്ക് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. അവൻ്റെ ഉപകാരങ്ങൾ മറക്കാതെ, അവൻ്റെ നന്മകൾ മറക്കാതെ അല്പനേരം കർത്താവിനെ വാഴ്ത്തിയാട്ട് എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവേ. ഹല്ലേലൂയ. 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 അനേകർ ഈ പകൽക്കാലം മൺമറഞ്ഞു പോയപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ ഹല്ലേലൂയ ഞങ്ങളെ നിർത്തിയ ദൈവത്തെ, അങ്ങയുടെ കൃപയോർത്ത്, അങ്ങയുടെ കരുണ ഓർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവേ, ഓ ശതനദഗദയസി. Hallelujah. Thank you, Jesus. Hallelujah. യേശു പച്ചാങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം രാത്രി വ്യാപരിക്കുവാൻ, നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു നമ്മുടെ ഭവനങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുവാൻ, ദൈവ മഹത്വം കൊണ്ട് നിറയുവാൻ നമുക്ക് ചേർന്ന് കർത്താവിൻ്റെ മഹത്വം കൊടുത്ത കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഇന്ന് രാത്രിയിൽ, ഈ വേളയിൽ വിശുദ്ധിയോടെ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇന്ന് രാത്രി എന്നെ ഞാൻ തരുന്ന കർത്താവേ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ. ഹല്ലേലൂയ. എന്നെ ഞാൻ തരുന്ന കർത്താവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. രാത്രി നമുക്ക് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ കർത്താവിടെ ആക്കിയ ദൈവകൃപയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ അത്ഭുത പ്രവൃത്തികൾ ഓർത്തുകൊണ്ട് കർത്താവിനെ ഞങ്ങൾ മഹത്വം തരുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അങ്ങയുടെ മഹത്വം ഇന്ന് രാത്രി ഞങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ മുഴുവൻ അങ്ങയുടെ സാന്നിധ്യത്താലും അങ്ങയുടെ മഹത്വത്താലും ഞങ്ങളെ നിറയ്ക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് തന്നെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെ, ഹല്ലേലൂയ, വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുമ്പോൾ വലിയ വിടുതലുകൾ ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പുതുവഴികൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ഹല്ലേലൂയ. അവ പുതിയ പാതകൾ ദൈവം ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനേക്കാൾ ഉപരി കർത്താവിന്റെ മഹത്വം ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങൾ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ. എല്ലാ മഹത്വം അങ്ങേക്ക് ഞങ്ങൾ തരുന്ന കർത്താവേ. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ സ്തുതിയും പാട്ടുമേ, എൻ്റെ സകല പ്രശംസയും യേശുവിൽ ക്രൂശിൽ മാത്രം എൻ്റെ കൂടാരം പൊളിയോളം. ഹല്ലേലൂയ. നമുക്ക് പ്രശംസിക്കാൻ കൊള്ളാവുന്നവൻ യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ നടത്തിയ ദൈവത്തെ, നമ്മളെ പുലർത്തുന്ന ദൈവത്തെ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Sugala, precious.
മേഘം പോലെ എന്റെ സ്തുതി പാട്ടുമേ ചേർന്ന് പാടാമോ? എന്റെ സ്തുതി പാട്ടുമേ എന്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂശിൽ മാത്രം എന്റെ കൂടാരം ഒളിയുന്നു. ഹല്ലേലൂയ. യേശുവിൻ ക്രൂശിൽ മാത്രം എന്റെ കൂടാരം ഒളിയുന്നു. അനുഗ്രഹത്താൽ രാത്രിയിൽ സ്തുതിയും സ്തോത്രവും നമുക്ക് കർത്താവിന് കൊടുക്കാം. അനുഗ്രഹത്താൽ അനുനിമിഷവും ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തെ, ആ നല്ലവനായ ദൈവത്തെ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും മാനത്തിനും യോഗ്യനായ യേശുവിന് നമുക്ക് ചേർന്ന് വീണ്ടും ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ, അഖരങ്ങളെ അടിച്ച് ദൈവനെ പാടിടുവിൻ. സ്തുതി ഉചിതം മനോഹരവും നല്ലതുമെന്നറിവീൻ. ഹല്ലേലൂയ. ആ ദേവാദിദേവനെ പാരിൽ വന്ന നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന് ചേർന്ന് ഹല്ലേലൂയ. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവന് പാടിടുവിൻ. സ്തുതി ഉചിതം മനോഹരവും നല്ലതുമെന്നറിവീൻ.
നല്ലൊരു സംഗീതമാ തലമുറ പാടിടുക പരമന സംഗീതം തലമുറയാണ് ഓ നല്ലൊരു സംഗീതമായി ദൈവത്തെ ഇന്ന് രാത്രി ആത്മാവിൽ ചേർന്ന് ആരാധിച്ചോട്ടെ. പരമന സംഗീതം ദേവാദിദേവൻ ദേവാദിദേവനെ പാടി വന്നു പാപിയെ തേടി വന്നു വല്ലഭനാ മരിച്ചുയർത്തു അവൻ ജീവിക്കുന്നു. ഇന്ന് രാത്രി ജീവിക്കുന്ന ദൈവത്തെ ദേവാദിദേവനെ ആരാധിച്ചോട്ടെ. ഓ ശബമരകദന വൈനബലക വല്ലഭനാ മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ. ദേവാദിദേവനെ പാടി വന്നു പാപിയെ തേടി വന്നു ഓ വല്ലഭനാ ഹല്ലേലൂയ. ദേവാദിദേവനെ പാടി വന്നു പാപിയെ തേടി വന്നു വല്ലഭനാ ഹല്ലേലൂയ. ദേവാദിദേവനെ പാടി വന്നു പാപിയെ തേടി വന്നു ഓ ശബമരകദന ആത്മാവിൽ പാടിയത് ഇല്ലാതെ ജീവിക്കുന്നത് മരണത്തെ ജയിച്ചവൻ പാതാളത്തെ ജയിച്ച യേശു ഹല്ലേലൂയ. മൂന്നാം ദിവസം റോമൻ കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് രാത്രി ജീവിക്കുന്നു. ഹല്ലേലൂയ. പാപികൾക്ക് രക്ഷ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന യേശു ഹല്ലേലൂയ. ഉഷതനരകദനെ വൈതമലരകദിഗദന വല്ലഭനായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രി ജീവിക്കുന്ന യേശുവിനെ ഞങ്ങൾ ചേർന്ന് ആരാധിക്കുന്നേ. ഓ റബമരകദിഗദന വൈശകലേ ഊഡമലതനരകദേ. ആത്മാവിൽ അല്പനേരം വായ്കളെ തുറന്ന് ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചോട്ടെ. ഊഡമരകദനരികദനേ വൈശബലര തലമുറയായിട്ട് അവൻ നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ കോട്ടയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് വല്ലഭനായി മരിച്ചുയർന്നു ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ജീവിക്കുന്ന യേശുവിന് ഊഡമരകദിഗദനേ ഓ ശതനനദ ഹല്ലേലൂയ. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Amen. Hallelujah. ഇന്ന് രാത്രിയിൽ ദൈവാദിദേവൻ പാരിൽ വന്ന് നമ്മളെ വീണ്ടെടുത്ത കർത്താവ് ഹല്ലേലൂയ നല്ലവനായി വല്ലഭനായി മരിച്ചുയർത്ത് ഇന്ന് രാത്രി ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. Oh, thank you, Jesus. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നമ്മുടെ കണ്ണുകൾ ഇന്ന് രാത്രി യേശുവിലേക്ക് ഉയർത്തിയാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്ന് ഉയർത്തിയാട്ട് ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് നോക്കിയാട്ട് ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസ കണ്ണ് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നാട്ട് ഹല്ലേലൂയ. വിശ്വാസ കണ്ണുകൾ ഇന്ന് രാത്രി ഒന്ന് തുറന്നാട്ട് ഹല്ലേലൂയ. കർത്താവിനെ അല്പനേരം കർത്താവിനെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചാട്ട് ആരാധന ഇന്ന് രാത്രി ദൈവത്തിന് കൊടുത്താട്ട് മഹത്വം ഇന്ന് രാത്രി കൊടുത്താട്ട് നമ്മളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിറയട്ടെ ഹല്ലേലൂയ. നമ്മുടെ റൂമുകൾ, നമ്മുടെ ഭവനങ്ങൾ, നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ, യാത്രകളൊക്കെ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിറഞ്ഞു കവിയട്ടെ. Thank you Lord. ശബലബദിയാനന ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണിൽ തുണയാലും ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണിൽ തുണയാലും
ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണിൽ തുണയാരോ നമ്മുടെ കണ്ണുകൾ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണിൽ ഹല്ലേലൂയ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്നിടും ഞാൻ സ്വർഗ്ഗദേശി ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്നിടും ഞാൻ സ്വർഗ്ഗദേശി ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സർവ്വകാലവും ഞാൻ പാടിയിടുക ഹല്ലേലൂയ പാടി സർവ്വകാലവും ഓ ചേർന്ന് ഉയർത്തിയിടും ഞാൻ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണിൽ ഓ ശബബബദിയലനാ യേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ എന്റെ കണ്ണിൽ തുണയായോ വൻകി എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും എൻ സഹായം സ്വർഗ്ഗത്തിൽ കേൾക്കുവാൻ പോകുന്നത്
മഹത്വം അങ്ങേക്ക് ഞങ്ങൾ തരുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. കഴിഞ്ഞ ദിവസകാലമെല്ലാം നമ്മുടെ ദേശങ്ങൾക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി നമുക്ക് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി സൂമിൽ കൂടിയും ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടിയും കാണുന്നവരായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് അവരെ ഹല്ലേലൂയ സൂക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ, കർത്താവിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കുവാൻ നമുക്ക് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഒരു നല്ല കർത്താവാണ് ഇന്ന് രാത്രി നമുക്കുള്ളത്. യഹോവയിലെ ഓ, അവൻ കരുതുന്ന ദൈവം, എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം, നമ്മളെ പുലർത്തുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിന് ഇന്ന് രാത്രി നമുക്ക് ചേർന്ന് ഇന്ന് രാത്രി മഹത്വം കൊടുത്താട്ട് ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ ഇന്ന് രാത്രി, അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. അനേകര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ, അനേകര് നിരാശരായിരിക്കുമ്പോൾ, അനേകര് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ, വേദനയോടെ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രി അല്പനേരം കർത്താവിനെ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, ഈ മീഡിയയിൽ കൂടി കർത്താവിനെ ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരിക്കലായിട്ട് നമുക്ക് നന്ദി പറയാം. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ആരെയും മിടുക്കല്ല, നമ്മുടെ ആരെയും കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. അതോർത്ത് ഇന്ന് രാത്രി നന്ദി പറഞ്ഞാട്ട് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കോവിഡിന്റെ പ്രയാസത്താൽ അനേക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ അനേകരുണ്ട്. നേഴ്സസായിട്ട്, ഡോക്ടേഴ്സായിട്ട്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ ചർച്ചക്കാരുണ്ട്, നമ്മുടെ ബന്ധുക്കളുണ്ട്, ഹല്ലേലൂയ, നമ്മുടെ സഹോദരങ്ങളുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവരെ സൂക്ഷിക്കുവാൻ. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളിൽ അമ്മ കോവിഡിന്റെ പ്രയാസം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവിന്റെ കൃപ നമ്മുടെ മേലെല്ലാം വ്യാപരിക്കുവാൻ, കർത്താവിന്റെ സൂക്ഷിപ്പിന്റെ ആ ദൈവകൃപ വ്യാപരിക്കുവാൻ നമുക്ക് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേരളത്തിന് വേണ്ടി, നോർത്ത് ഇന്ത്യകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി തുടർന്നുള്ള കർത്താവിന്റെ വചനം സംസാരിക്കുക കർത്താവിന്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെ കർത്താവിന്റെ ദാസൻ ജോസഫ് ജോൺ പാസ്റ്റർ മധ്യപ്രദേശത്ത് നിന്ന് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് ചേർന്ന് കർത്താവിന്റെ ദാസനോട് കൂടെ ഒരുമിച്ച് ഐക്യതയോട് നമുക്ക് ചേർന്ന് കർത്താവിന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. 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 സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ആമത്തിൽ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് തന്ന സൗഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിച്ച അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അപ്പ ഈ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. ഈ സൂമിലൂടെ കർത്താവേ, അത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിശേഷം ഇന്ന് രാത്രി കാലം ദൈവമേ തിരുവചനം സംസാരിക്കാൻ പോകുന്ന കർത്താവെ, നിന്റെ അഭിഷിക്ത ദാസനെ അവിടുന്ന് കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, ധാരാളമായി അനുഗ്രഹിക്കണമേ കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിന്നുകൊണ്ട് കർത്താവ് വളരെ ശക്തിയോടെ ദൈവമേ അങ്ങയുടെ ദൂത് സംസാരിപ്പാൻ തന്റെ ദാസനെ അവിടുന്ന് അഭിഷേകം ചെയ്താട്ടെ അപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ സമയത്ത് ഭാരതത്തിന്റെ വെളിയിലുള്ള എല്ലാ രാജ്യങ്ങളിലും കർത്താവെ, അത് COVID-19 അത് ഭാരതത്തിലായിരിക്കുന്നുള്ളൂ കർത്താവെ. അത് അനേകരും മാറ്റപ്പെട്ടു പോയല്ലോ കർത്താവ്. ഈ സമയത്ത് രോഗികളായിരിക്കുന്നവരെ കർത്താവ് അവിടുന്ന് കരനീട്ടി അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പണികളാൽ സൗഖ്യമുണ്ട് എന്നുള്ള അങ്ങയുടെ വാഗ്ദത്തത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്പ അവിടുന്ന് കരം നീട്ടണം. വിശേഷാൽ ഈ അവസ്ഥയിൽ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ, നേഴ്സുമാർ എല്ലാവരെയും അവിടുന്ന് തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് അത്ഭുത വിടുതലും സൗഖ്യം അതേ കർത്താവ് സുരക്ഷയും നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അതിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. കൊച്ചുമനെ കുടുംബമായി ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം അങ്ങയുടെ ഇമ്പമേറിയ ശബ്ദം കേൾപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ഇന്ന് രാത്രി കാലം സഹായിച്ചാട്ടെ കർത്താവ്. ഞങ്ങൾക്ക് അതേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവിന്റെ ദാസന് നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഹല്ലേലൂയ.
തുടർന്ന് ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനം നമ്മളെ ശ്രമിക്കുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം ഗുജറാത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ക്ഷണപ്രകാരം ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം കർത്താവിൻ്റെ ദാസൻ്റെ ചർച്ചയിൽ ഞങ്ങൾക്ക് ശുശ്രൂഷിപ്പാനുള്ള അവസരം കർത്താവ് ഒരുക്കിയും അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കുടുംബത്തോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ദാസൻ അവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു, നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് രാത്രിയിൽ സൂമിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും ഫേസ്ബുക്കിൽ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനവും നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്ന് നമ്മൾ ദൈവവചനം കേൾക്കുവാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥൻ നമുക്കായിരിക്കാം. തുടർന്ന് നിമിഷം കർത്താവിന്റെ ദാസൻ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞ നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവിൻ്റെ ദാസൻ കൊച്ചുമോൻ അവർ നയിക്കുന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ മീറ്റിങ്ങിൽ ഇഴയാകുന്ന അടിയനും ശുശ്രൂഷിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. ഇന്ന് രാത്രിയിൽ പല ദൈവദാസന്മാരുടെയും മുഖങ്ങൾ കാണുവാൻ കഴിയുന്നു. എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർക്കും എല്ലാ ശ്രോതാക്കൾക്കും ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ കൊച്ചുമണ്ഡലനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരു കല്യാണത്തിന് പാടുമ്പോഴാണ് വളരെ വിദൂരതയിലിരുന്ന് ഞാൻ കണ്ടത്. സ്തോത്രം. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ തമ്മിൽ കാണുവാൻ ദൈവം തരുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് രാത്രിയിൽ മുഖവരകളൊന്നും കൂടാതെ തന്നെ ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ വചനങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ഈ വചനത്തിനായിട്ട് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നല്ല രാത്രിക്കായി സ്തോത്രം. കർത്താവേ, കർത്തദാസൻ ഒരുക്കിയിരിക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് കൃപ തന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇപ്രകാരം കർത്താവ് ഒരു മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ കുടുംബമായി ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഒരുപക്ഷെ ഇങ്ങനെ അവസരം ഉണ്ടായിരുന്നില്ലെങ്കിൽ കർത്താവെ, ചെറിയ ചില കല്യാണങ്ങൾക്കും അങ്ങനെയുള്ളതായ മീറ്റിങ്ങുകളിലും താൻ ഒതുങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ അനേകരെ ദൈവജനം അറിയിക്കുവാൻ കർത്താവ് ഈ അവസരം എൻ്റെ മകളിലൂടെ ദൈവം ഒരുക്കുന്നത് ഓർത്ത്, ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് രാത്രി ഈ കേൾക്കുന്ന എല്ലാ ദൈവത്തിന്റെ ഭൃത്യന്മാരെ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ ദൈവമക്കളെയും കുഞ്ഞുങ്ങളെയും ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ എല്ലാ വിധത്തിലും കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ദൈവരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു. ഞങ്ങൾ കുറയണം, യേശു വളരെയണം. ഈ ചിന്താഗതിയോടുകൂടെ ഇന്ന് രാത്രിയിൽ അല്പസമയം ഞങ്ങളുടെ പാദപീഠത്തിൽ ഇരിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ വേദഭാഗത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ യഥാർത്ഥ ആരാധന എന്താണെന്ന് ചില സമയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് തന്നിരിക്കുന്നതായ ആലോചനകൾ നിങ്ങളുടെ മധ്യത്തിൽ
സ്തോത്രം, അത് ഒരു മായവുമില്ലാതെ പറയുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് നാം പൊതുവെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില ചിന്തകളുണ്ട്. വെള്ളവസ്ത്രധാരികളായി വിശുദ്ധ വേദപുസ്തകവും പിടിച്ച് കറക്റ്റ് സമയത്ത് ദൈവാലയത്തിൽ കടന്നു ചെന്ന മുഴങ്കാലയിലിരുന്ന സ്തോത്രം ഓർഗന്റെയും അല്ലെങ്കിൽ തമ്പേറിന്റെയും അല്ലെങ്കിൽ ഡ്രം സെറ്റിന്റെയും ശബ്ദം കൂടുമ്പോൾ നാവിലൂടെ പുറത്തു വരുന്ന കുറച്ച് അന്യഭാഷകളുടെ സ്തോത്രം അതേ ഉച്ചാരണങ്ങളുമാണ് പലപ്പോഴും നാം സത്യാരാധന എന്ന് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ അത് ഒരു തരത്തിൽ വരെ അത് ശരിയാണെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവം തമ്പുരാന്റെ ഹൃദയത്തിൽ തന്നതായ ചില ദൂതുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്നുള്ളത് നാം മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് എന്നുള്ള കാര്യം ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. സ്തോത്രം. മനുഷ്യ ശരീരത്തെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ ആലയമായി മനുഷ്യ ശരീരത്തെ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. അപ്പോൾ പഴയ നിയമ ആലയമാകുന്ന സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിവിശുദ്ധ സ്ഥലം. ആ ആലയത്തിന് സമാനമായി ദേഹം, ദേഹി, ആത്മാവ് എന്ന് 3 തരം ആ ആലയവുമായി ഞാൻ ഇന്ന് ഉപമിച്ച് നിങ്ങളോട് സംസാരിപ്പാനായി ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ പ്രാകാരത്തിൽ സാധാരണക്കാരായ ആൾക്കാർക്കും വിശുദ്ധ സ്ഥലത്തിൽ പുരോഹിതന്മാർക്കും അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന്മാർക്കും മാത്രം കയറി ചെല്ലുവാനുള്ള ഇടമുള്ളതായ, അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ്. സ്തോത്രം. ദേഹം കാണാൻ കഴിയുന്നതാണ്. അത് സ്തോത്രം പ്രാകാരവും കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ആത്മാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് ഇൻവിസിബിൾ ആണ്, കാണാൻ കഴിയാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ആത്മാവിനെ അതിവിശുദ്ധ സ്ഥലത്തോട് നമുക്ക് ഉപമിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം ജനത്തിന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കടന്നു ചെല്ലുവാൻ കഴിയുന്ന സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം. അവിടെ ദൈവത്തിന്റെ തേജസ്, ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന സ്ഥലമാകുന്ന അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രമേ കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവിലെ ആരാധന എന്നുള്ളത് കാണുവാൻ കഴിയാത്ത സ്തോത്രം ആത്മാവ് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെ അതെ വിശുദ്ധനായ ദൈവം വിശുദ്ധിയോടെ ദൈവ മഹത്വം വെളിപ്പെടുത്തുന്ന ആ പ്രത്യേകമായ സ്ഥലത്ത് ഒരു വ്യക്തി കയറി ചെല്ലണമെങ്കിൽ അവന് വിശുദ്ധി ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതനിൽ പാപമുണ്ടെങ്കിൽ ആരാധിക്കുന്ന മഹാപുരോഹിതന്റെ സ്തോത്രം കാലിൽ കിടക്കുന്ന അതേ ചങ്ങലയുടെ ശബ്ദം നിശ്ചലമായി അവിടെ വീണ് മരിക്കുവാനിടയായി തീരും.
അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ അതിവിശുദ്ധനായ ദൈവത്തെ കണ്ടുമുട്ടുന്നതാണ് ആരാധന എന്നുള്ളത്, സത്യാരാധന എന്നുള്ളത്. സ്തോത്രം. വിശുദ്ധനായ അതിവിശുദ്ധനായ ദൈവത്തെ സ്തോത്രം വ്യക്തിപരമായി സ്തോത്രം വിശുദ്ധിയോടെ കണ്ടുമുട്ടുന്ന ആ അനുഭവത്തിന് പറയുന്ന പേരാണ് ആത്മാവിലുള്ള ആരാധന എന്നുള്ളത്. സ്തോത്രം. അപ്പൊ ചോദിക്കും, എന്താ വിശുദ്ധി? വിശുദ്ധി എന്നുള്ളത് ക്ലീൻ ഷേവ് ആണോ? വിശുദ്ധി എന്നുള്ളത് അതെ വെള്ളവസ്ത്രമാണോ? വിശുദ്ധി എന്നുള്ളത് അതെ സ്തോത്രം ഏറ്റവും വലിയ ബൈബിൾ പിടിച്ചുകൊണ്ട് ദൈവശ്രദ്ധയിൽ കടന്നു വരുന്നതാണോ വിശുദ്ധി? ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, വിശുദ്ധി എന്നുള്ളത് സ്തോത്രം ഒരു ഹൈ ഡെഫിനിഷനാണ്. സ്തോത്രം. അതായത് ഇന്ന് 4K 8K എന്നൊക്കെ പറയുന്നത് പോലെ വളരെ സ്തോത്രം ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള ഒരു മേഖലയാണ് വിശുദ്ധി എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ വിശുദ്ധി എന്നുള്ളതിനെ കുറിച്ചൊരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നൂറുകണക്കിന് പുരുഷാരവുമായി വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ വന്ന് യേശുവിനെ തൊടുകയാണ്. നൂറുകണക്കിന് ആൾക്കാർ യേശുവിന്റെ തോളിലും ശരീരത്തും തൊടുന്നുണ്ടെങ്കിലും യേശു പ്രതികരിക്കുന്നില്ല. പക്ഷേ 12 സംവത്സരം പഴക്കമുള്ള ഒരശുദ്ധി വന്ന് തന്റെ വസ്ത്രത്തിന്റെ ഒരു കോണിൽ അല്ലെങ്കിൽ തൊങ്ങലിൽ ഒന്ന് തൊട്ടപ്പോൾ യേശു ഉടൻ തന്നെ പറഞ്ഞു, എന്നെ ആരോ തൊട്ടു. അപ്പൊ വിശുദ്ധി എന്നുള്ളത് ഏത് മൈന്യൂട്ട് അശുദ്ധിയും വന്ന് സ്പർശിക്കുമ്പോൾ തിരിച്ചറിയുന്നതാണ് വിശുദ്ധി എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ 12 സംവത്സരം പഴക്കമുള്ള രക്തസ്രാവ രോഗക്കാരി യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ യേശു തിരിച്ചറിയുക മാത്രമല്ല, ആ രോഗത്തെ അല്ലെങ്കിൽ ആ അശുദ്ധിയെ നിർവീര്യം ചെയ്യുന്ന ഒരു ശക്തി തന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഈ ലോക ജീവിത യാത്രയിൽ ഒരു വിശുദ്ധന്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതെന്തും പ്രൈസ് ദി ലോർഡ് സ്തോത്രം വന്ന് വിശുദ്ധനെ സ്പർശിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് വിശുദ്ധി എന്നുള്ളത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഒരു ദൈവ പൈതലിന്റെ വസ്ത്രധാരണം ദൈവത്തിന് ഹിതമല്ല എന്ന് തോന്നുന്ന തോന്നലാണ് വിശുദ്ധി എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഞാന് മർത്തോമ സഭയിലെ ഒരു ഉപദേശിയായിരുന്നു. ഞാൻ സ്തോത്രം കർണാടക സ്തോത്രം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മർത്തോമ സഭയോടുള്ള ബന്ധത്തിൽ ഉപദേശ വൃത്തിയിൽ കഴിഞ്ഞിരുന്ന എന്നെ സ്വർഗത്തിലെ ദൈവം ഒരു പെന്തക്കോസ്ത് പാസ്റ്ററാക്കി മാറ്റുവാനിടയായി. ആ സമയത്ത് ഞാൻ ഈ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ മർത്തോമ സഭയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പെന്തക്കോസ്ത് സഭകളിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞപ്പോൾ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നീ മനുഷ്യരെ നോക്കരുത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രമേ, എന്നെ മാത്രമേ നോക്കാവുള്ളൂ. മനുഷ്യരെ നോക്കിയാൽ ഒരുപക്ഷെ നിനക്ക് മടങ്ങിപ്പോകേണ്ടി വരുമെന്ന് കർത്താവിനോട് സംസാരിപ്പാനിടയായി. സ്തോത്രം. അപ്പോൾ ഞാൻ ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ
വിശുദ്ധി എന്താണെന്ന് എന്നെ ദൈവം പഠിപ്പിച്ചത് ഇതാ. സ്തോത്രം. ഒരു വിശുദ്ധന് യോജിക്കാത്ത ഒരു ചെറിയ കാര്യത്തിൽ പോലും മനസാക്ഷി കുത്തുണ്ടായിട്ട് പ്രതികരിക്കുന്ന പ്രതികരണമാണ് വിശുദ്ധിയുടെ പ്രതികരണം എന്നുള്ളത്. പ്രൈസ് ജീസസ്. രാത്രി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. തിങ്കൾ മുതൽ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ജഡീകമായിട്ട് ജീവിച്ചിട്ട് ഞായറാഴ്ച വന്ന് ദൈവസന്നിധിയിൽ അയ്യോ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് ഏറ്റുപറയുന്നവനല്ല വിശുദ്ധൻ. സ്തോത്രം. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ സകല ജഡീക പ്രവർത്തികളും ദൈവം അനുവദിക്കാത്തത് കണ്ണുകൊണ്ട് കണ്ട്, ദൈവം ഹല്ലേലൂയ അനുവദിക്കാത്തിടത്ത് കാലുകൊണ്ട് യാത്ര ചെയ്ത്, ദൈവം അനുവദിക്കാത്തത് കൈകൊണ്ട് തൊട്ടിട്ട്, ശനിയാഴ്ച വരെ ജഡീകനായി ജീവിച്ചിട്ട് ഞായറാഴ്ച വന്ന് കർത്താവേ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് എല്ലാ ഞായറാഴ്ചകളിലും വന്ന് ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നവനല്ല വിശുദ്ധൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാധന ഹാളിൽ ആരാധന കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മൈന്യൂട്ട് അശുദ്ധികളെ കണ്ട് പ്രതികരിച്ച് അതിന്റെ മേൽ ജയമെടുക്കുന്നവനാണ് വിശുദ്ധൻ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചിലർ പറയാറുണ്ട്, പാസ്റ്ററെ ഈ ലോക്ക്ഡൌണും കൊറോണയുടെ ഒക്കെ കാലമായതുകൊണ്ട് ആരാധന ഹോളി ആരാധനയൊന്നുമില്ല. സ്തോത്രം. ലൈവ് ആരാധനയെ മുഴുവനും എങ്ങനെ ആത്മീയമായിട്ട് വളരാനാ? സഭാഹോളിലാണെങ്കിൽ സ്തോത്രം അറ്റ്ലീസ്റ്റ് പാസ്റ്റർ വഴക്കെങ്കിലും പറയാനുണ്ടായിരുന്നു. ഇപ്പൊ ഓൺലൈൻ വന്നപ്പോഴത്തേക്ക് അവർക്കൊന്നും അതിനൊന്നും സമയമില്ല. എങ്ങനെയാ പാസ്റ്ററെ ആത്മീയമായിട്ട് വളരുന്നേ? വിശുദ്ധിയോട് എങ്ങനെ ജീവിക്കാൻ കഴിയും? അല്ലെ, എവിടെ നോക്കിയാലും കൊറോണയുടെ മെസ്സേജ്, എവിടെ നോക്കിയാലും കൊറോണയെ കുറിച്ചുള്ള മെസ്സേജ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായ വചനമൊന്നും കിട്ടുന്നില്ലെന്ന് പലരും കംപ്ലൈന്റ് പറയുമ്പോൾ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. മിസ്രൈമിൽ ജോസഫ് ആയിരുന്നപ്പോൾ ഇന്ന് നാം കൊണ്ടു കിടക്കുന്ന ബൈബിൾ അന്നില്ലായിരുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ പോലെ സ്വത്രം ആരാധനാലയങ്ങൾ അന്നില്ലായിരുന്നു. താൻ മിസ്രൈമിലായിരിക്കുമ്പോൾ എവിടെ നോക്കിയാലും സൂര്യനെ ആരാധിക്കുന്ന വിഗ്രഹാരാധികൾ, തന്നോടുകൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു മനുഷ്യനുമില്ല. തന്നോടുകൂടെ ഇരുന്ന് ഹല്ലേലൂയ താൻ സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് ഹല്ലേലൂയ പറഞ്ഞ് ഒന്ന് പ്രചരിപ്പിക്കുവാൻ സ്വന്തം വേറെ ഒരു വ്യക്തിയില്ല. കൂട്ടായ്മയില്ല, അന്യഭാഷയില്ല, പാസ്റ്ററില്ല. എവിടെ നോക്കിയാലും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മനുഷ്യർ. എന്നാൽ അതിന്റെ മധ്യത്തിലും പരിശുദ്ധാത്മാവ് ഇന്നുള്ളതുപോലെ വ്യക്തികളിൽ വസിച്ച് പാപത്തെ കുറിച്ച് ബോധപ്പെടുത്തുന്ന രീതിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ വാസം ആ നാടുകളിൽ ഇല്ലാതിരുന്നൊരു കാലം, ബൈബിൾ ഇല്ലാതിരുന്നൊരു കാലം, ആലയങ്ങൾ ഇന്നത്തെ കൂട്ട് പ്രവാചകന്മാർ ഇല്ലാതിരുന്നൊരു കാലത്ത് ഒരു കാര്യം പറയട്ടെ, ഒരു സ്ത്രീ വന്ന് ഹല്ലേലൂയ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ പാപത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒരു മനുഷ്യർ പോലും പ്രാർത്ഥിക്കുവാൻ തനിക്ക് സഹായമില്ല. അവിടെ സ്വന്തം അപ്പൻ പ്രാർത്ഥിക്കേണ്ട അപ്പൻ പോലും മരിച്ച ഒരു മകന് വേണ്ടി ഇരുന്ന് വേദനയോടെ ഹല്ലേലൂയ പിച്ചും പേയും പറയുമ്പോൾ ആരുടെയും പ്രയർ സപ്പോർട്ട് ഇല്ലാതെ, ഒരാരാധനയും ഇല്ലാതെ, തന്നെ ഫ്രീക്വന്റ് ആയിട്ട് പാപം ചെയ്യുവാൻ വിളിച്ച ആ സ്ത്രീയുടെ മുൻപിൽ സ്വന്തം വസ്ത്രം ഊരിയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഹല്ലേലൂയ, ഈ മഹാപാപം ചെയ്ത് ദൈവത്തോട് അകന്നു പോകുവാൻ ഇടയാകരുത്. രാത്രി ശക്തമായി
ഒരു ദൂത് വിളിച്ചു പറയുകയാ, അവിടെ യോസഫിന് പ്രവാചകന്മാരില്ലാത്ത കാലത്ത്, സ്വത്രം ആരാധന ഹോളില്ലാത്ത സ്ഥലത്ത്, പ്രാർത്ഥിക്കുവാൻ ആരും തന്നെ സഹായിക്കുവാൻ ഇല്ലാതിരുന്ന സ്ഥലത്ത് പാപത്തിന്റെ മേൽ ജയമെടുത്ത് ഹല്ലേലൂയ പൊത്തീഫർ പറയുകയാ, ഇവനോടുകൂടെ ദൈവമുണ്ടെന്ന് പറയത്തക്ക നിലവാരത്തിൽ ഒരു ജീവിതം നയിപ്പാൻ യോസഫിന് കഴിഞ്ഞെങ്കിൽ ഇന്നു രാത്രിയിൽ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഒരു സഭാ ഹോളിലും ആരാധന ഇല്ലെങ്കിലും വ്യക്തിപരമായി ദൈവത്തോട് അലിഞ്ഞു ചേർന്ന് പ്രാർത്ഥനാ റൂമിലിരുന്ന് 10 മിനിറ്റ് ജനുവിനായിട്ട് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ഒരുവൻ ആത്മീക വളർച്ച പ്രാപിക്കും. അവൻ ഒരിക്കലും തളരത്തില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ ആത്മീക വർധനവ് വരുത്തുന്നു. ആരും കാണാതെ ഹൃദയത്തിന്റെ വാതിൽ അടച്ച് ഹല്ലേലൂയ ദൈവമായി ഏകാഗ്രതയോടുകൂടെ അല്പസമയങ്ങൾ ചിലവഴിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ നാവിലേക്ക് കടന്നു വരുന്ന അന്യഭാഷകളാൽ ദൈവത്തെ നീ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ മേൽ ഹല്ലേലൂയ ആത്മീക വർധനവ് വരും. സ്തോത്രം. ഞാൻ വിഷയത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കുന്നില്ല. സ്തോത്രം. വിശുദ്ധിയോടുകൂടെ മാത്രമേ പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് കടന്നു പോകാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ പുതിയ നിയമത്തിൽ ദൈവവുമായി ഹല്ലേലൂയ മഹാവിശുദ്ധനായ ദൈവത്തെ വ്യക്തിപരമായി കാണുവാൻ, വ്യക്തിപരമായി അനുഭവിപ്പാൻ, വ്യക്തിപരമായി രുചിച്ചറിയുവാൻ ആർക്കാ കഴിയുന്നറിയാമോ? വിശുദ്ധിയോടെ തന്റെ വിശുദ്ധിയെ കാത്തു പരിപാലിക്കുന്ന ദൈവ പൈതലിന് മാത്രമേ ഈ ദൈവത്തെ ആരാധന ഹോളിൽ രഹസ്യമായി ബന്ധപ്പെടാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് അനേകരുടെ ആരാധന വെറും വ്യർത്ഥമായ ആരാധനയാണ്. സ്തോത്രം. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം ഞാൻ വായിക്കാം. ജീസസ്. അതിങ്ങനെയാണ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് അനേകർ ദൈവസന്നിധിയിൽ മനോഹരമായി നല്ല ശ്രുതിയിൽ നല്ല താളത്തിൽ പാടുന്നെങ്കിലും ഹൃദയവും ദൈവമായിട്ട് ഒരു നൂൽബന്ധം പോലും ഇല്ലാത്ത ആരാധനയാ ഇന്ന് ആത്മീകരുടെ ഇടയിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ഈ സംഭവം തെളിയിക്കാം. നല്ല ഒരു കൊയർ ലീഡർ, അദ്ദേഹത്തിന്റെ കൊയർ ഗ്രൂപ്പിൽ 300-ലധികം പേർ പാടുന്നുണ്ട്. ഈ കൊയർ ഗ്രൂപ്പ് വളരെ ഫേമസാ, ഒത്തിരി പ്രസിദ്ധമാ. ഇവർക്ക് അനേക പ്രോഗ്രാമുകളുണ്ട്. ഇങ്ങനെ മുൻപോട്ട് പോകവേ ഒരു വലിയ മൈതാനത്ത് വെച്ച് വലിയൊരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷത്തിനടുക്കൽ ആൾക്കാർ കടന്നു വരുന്ന ഒരു മീറ്റിംഗ് ഒരു മൈതാനത്ത് അറേഞ്ച് ചെയ്തിരിക്കുക. നാളെ മീറ്റിംഗ് ആണെങ്കിൽ തലേ ദിവസം കൊയർ ലീഡർ മരിച്ചുപോയി. ഇദ്ദേഹം ഡയറക്റ്റ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തോട് പരാതി പറഞ്ഞു, കർത്താവേ, നാളെ എന്റെ നിർണായകമായ ദിവസമാ, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിക് കൂടി വരുന്ന
ഒരു മീറ്റിംഗാ, നാളെ കൂടെ കഴിച്ചിട്ട് എന്നെ അങ്ങ് എടുത്താ പോരായിരുന്നോ? കർത്താവ് പറഞ്ഞു, മോനെ നിന്റെ ശുശ്രൂഷ തികഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിനക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കർത്താവ് എനിക്കൊരാഗ്രഹമുണ്ട്, നാളത്തെ പ്രോഗ്രാം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണണം. സ്തോത്രം. നാളെ ഭൂമിയിൽ ഇന്ന മൈതാനത്ത് പ്രോഗ്രാം നടക്കുന്നത് എനിക്ക് മേളിരുന്നുകൊണ്ട് കാണണം. ആദ്യം കർത്താവ് പറഞ്ഞു അതൊക്കെ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാ. അവസാനം നിർബന്ധത്തിൽ വഴങ്ങി കർത്താവ് പറഞ്ഞു ശരി കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ പ്രോഗ്രാം തുടങ്ങുമ്പോൾ അദ്ദേഹം മേളിലിരുന്നുകൊണ്ട് വീക്ഷിക്കുകയാ. ഭയങ്കര ജനങ്ങൾ തടിച്ചുകൂടി വരുന്നു. 300 ചില്ലുവാനും ആൾക്കാർ നല്ല യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് പാട്ടങ്ങോട്ട് ആരംഭിച്ചു. പാടാൻ തുടങ്ങിയപ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ അലറി ഓടുന്നു, അനേകർ സന്തോഷത്തോടെ ആഹ്ലാദിച്ച് ആരാധിക്കുന്നു. 300 പേരാ പാടുന്നേ. പക്ഷെ 3 പേരുടെ പാട്ടിന്റെ സ്വരേ സ്വർഗത്തിൽ വരുന്നുള്ളൂ. 300 പേര് പാടുന്നവരുടെ 3 പേരുടെ സ്വരം മാത്രമേ സ്വർഗ. ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു, കർത്താവേ ഞാൻ പരിശീലിപ്പിച്ചിരിക്കുന്ന 300 പേരെയാ, 3 പേരുടെ സ്വരേ വരുന്നുള്ളല്ലോ. അന്നേരം കർത്താവ് പറഞ്ഞു, മോനെ എനിക്ക് വേണ്ടി പാടുന്നത് 3 പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം ഷോഫ, ബാക്കിയെല്ലാം ഹല്ലേലൂയ വെറുതെ പാടുകയാ, കാണിക്കാൻ വേണ്ടി, അവന്റെ മഹത്വത്തിന് വേണ്ടി, അവന്റെ ബഹുമാനത്തിന് വേണ്ടി അവൻ പാടുന്ന. പക്ഷേ എനിക്ക് വേണ്ടി ഹൃദയം തകർന്ന് പാടുന്ന 3 പേരേ ഉള്ളൂ. ആ 3 പേരുടെ സ്വരം മാത്രമേ സ്വർഗത്തിൽ എത്തത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽവേളയിൽ, ഇന്ന് രാത്രിവേളയിൽ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാ, നീ എത്ര സ്വരത്തിൽ പാടുന്നു, നീ എത്ര സ്വരത്തിൽ ആരാധിക്കുന്നു, നീ എത്ര സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു അല്ല വിഷയം. നീ നിന്റെ ഹൃദയം ദൈവമായി അതിലെ ബന്ധപ്പെട്ട് കർത്താവിന് വേണ്ടി പാടുകയും ആരാധിക്കുകയും ചെയ്യുന്നവനാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇവിടെ പറയുകയാ, ഇന്ന് അനേകര് എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തത്രേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് യു ജീസസ്. നമുക്കറിയാം, ഏലിയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്ത ശമൂവേൽ ശക്തമായി ഏലിക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുക. പക്ഷേ അതിന്റെ 3:7 വാക്യം, 1 ശമൂവേൽ 3:7 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതുവരെ അവൻ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. 1 ശമൂവേൽ 3:1 പറയുന്നു, ശമൂവേൽ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. 3:7 പറയുന്നു, അവൻ അതുവരെ ഹല്ലേലൂയ യഹോവയെ അറിഞ്ഞിരുന്നില്ല. ഇന്നു രാത്രിയിൽ വ്യക്തിപരമായ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ നിനക്ക് കൈയടിക്കാം, നിനക്ക് ആരാധിക്കാം, നിനക്ക് അന്യഭാഷ പറയാം, നിനക്ക് പാടാം. സ്വത്രം. നിനക്ക് ജനത്തെ സ്വത്രം തുള്ളിച്ചാടിപ്പിക്കാം. സ്വത്രം. സംശയമുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. 1 ശമൂവേൽ 3:1 3:7 ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ നല്ലയാ. 1 ശമൂവേൽ 3:1 അതിനുശേഷം 3:7. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക്, ആർക്ക്? പിശാചിനല്ല, യഹോവയ്ക്ക് ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്തു പോന്നു. നീ 7 വാക്യം. ശമൂവേൽ അന്നുവരെ യഹോവയെ
അറിഞ്ഞില്ല. യഹോവയുടെ വചനം അന്നുവരെ അവന് വെളിപ്പെട്ടതുമില്ല. ഇന്നു രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഞായറാഴ്ച 2.5 മണിക്കൂർ ഒരു ദൈവവുമായിട്ട് നൂൽബന്ധമില്ലാതെ, ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാതെ നിനക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും, നിനക്ക് പാടുവാൻ കഴിയോ, നിനക്ക് അന്യഭാഷ പറയുവാൻ കഴിയോ, ദൈവത്തെ നിനക്ക് സ്തുതിപ്പാൻ കഴിയോ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ജനം എന്റെ അടുക്കൽ വന്ന് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തത്രേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള അതര ബഹുമാനത്തിനും ദൈവവുമായിട്ട് പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ, ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലുള്ള ഒരാഴമായ ബന്ധം ദൈവമായിട്ടുള്ളവന് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. അവന്റെ ആരാധനയിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. സ്വന്തം ഈ ആരാധനയ്ക്കൊക്കെ വേണ്ടി കനത്ത വില കൊടുത്തേ ഒക്കുള്ളൂ. സത്യാരാധനയ്ക്ക് വേണ്ടി വലിയ വില നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്കറിയാം, 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ ദാവീദിന്റെ ഹൃദയത്തിൽ പിശാച് സാത്താൻ തോന്നൽ കൊണ്ടുവന്നു, ജനത്തെ ഒന്ന് എണ്ണാൻ. സ്തോത്രം. എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിന്റെ ന്യായവിധി വരാനിടയായി. 70,000 ചെല്ലുവാനും ജനം പട്ടുപോകാനിടയായി, മരിച്ചു പോകാനിടയായി. ഉടനെ ദാവീദ് വേദനപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ കരയുമ്പോൾ പ്രവാചകൻ വന്ന് ദൂത് പറയുക, എത്രയും പെട്ടെന്ന് സ്തോത്രം യാഗപീഠമുണ്ടാക്കി യാഗം കഴിച്ചോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം പിൻവലിക്കപ്പെടുമെന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ അരവന എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ ദാവീദ് കടന്നു നിന്നിട്ട് പറയുക, എനിക്ക് യാഗം കഴിക്കുവാൻ, ഈ യാഗപീഠം ഒരുക്കാൻ സ്ഥലം വേണം. ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു, എന്റെ പൊന്നു ദൈവാസനെ, അല്ലെങ്കിൽ എന്റെ യജമാനനെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്തു വേണമെങ്കിലും ഞാൻ തരാം. യാഗം കഴിക്കാനുള്ള വിറകും യാഗം കഴിക്കാനുള്ള കാളയും മരക്കോപ്പും എല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ ഒരു പദമുണ്ട്, സ്വത്രം, നീ എനിക്ക് ഫ്രീ ആയിട്ട് തന്നാൽ എന്റെ ആരാധന ശരിയാകയില്ല. യഹോവയ്ക്ക് യാഗം കഴിക്കണമെങ്കിൽ ചിലവോടുകൂടെ യാഗം കഴിക്കണം. സ്വത്രം. 2 ശമൂവേൽ 24 വാക്യം ഒന്ന് വായിച്ചാണ്. 2 ശമൂവേൽ 24 വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യണേ. 24 വാക്യം. രാജാവ് അരവനയോട്, അങ്ങനെയല്ല, ഞാനത് വിലക്കേ വാങ്ങുകയുള്ളൂ, എനിക്കൊന്നും ചിലവില്ലാതെ എന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കളത്തെയും കാളയെയും 50 ശേക്കെൽ വെള്ളിക്കു വാങ്ങി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്നു രാത്രിയിൽ വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന പറയുകയാ, ദൈവത്തെ ആരാധിക്കുന്നതിന് വില കൊടുക്കണം. സ്തോത്രം. ഞായറാഴ്ച രാവിലെ പുസ്തകവും എടുത്ത് ദേവാലയത്തിൽ വന്ന് 2 കൈയടിച്ച് കുറച്ചു നേരം പാടി പോകുന്നതല്ല ദൈവത്തിന്റെ പൈതലേ. ആരാധനയ്ക്ക് കനത്ത വില. ജീസസ്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. 50 ശേക്കെൽ വെള്ളിക്ക് കളവും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, യാഗവസ്തുവിനെയും വിലക്ക് വാങ്ങിയിട്ട് ദാവീദ് ആരാധിച്ചെങ്കിൽ ഇന്നു രാത്രിയിൽ വളരെ ശക്തമായി ദൈവാത്മാവ് ദൂത് പറയുകയാ, എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ദാസന്മാരെ, അഭിഷിക്ത ദൈവത്തിന്റെ മക്കളെ, നാം ആരാധിക്കുന്നതിന് വില കൊടുക്കണം.
ഇന്ന് നാം വില കൊടുത്താൽ നാളെ നമ്മുടെ തലമുറകൾ വില കൊടുപ്പാനിടയായി തീരും. ഇന്ന് ആരാധന ഹാളിൽ പോയി ഉറക്കവും തൂങ്ങി വായിക്കോട്ടുകയും ഇട്ട് മൊബൈലും നോക്കി ഹല്ലേലൂയ ക്ലോക്കും നോക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ തലമുറ പിഴയ്ക്കാൻ മറ്റൊന്നും വേണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് അറിയിക്കുകയാ. ആരാധനയ്ക്ക് കനത്ത വില കൊടുക്കണം. സ്വതന്ത്രം. ഇന്ന് പല ദൈവമക്കളും ആരാധന ഹാളിൽ വന്ന് വായിക്കോട്ടുകയും വിട്ട് ഉറക്കവും തൂങ്ങി അല്പസമയം താമസിച്ചാൽ വാച്ചിലും ക്ലോക്കിലും നോക്കി സ്വത്രം പരിധി വെച്ച് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്നു രാത്രി ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് ദൂത് പറയുകയാ. നാളെ നിന്റെ തലമുറകൾ വേണ്ടാത്ത ഇടത്തേക്ക് കടന്നു പോകും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്വത്രം സമാനങ്ങളുടെ അരികിൽ ഇരിക്കുന്നവർക്കും യുദ്ധം ചെയ്യുന്നവർക്കും പ്രതിഫലം വിഭജിക്കുമ്പോൾ ഓഹരി ഒന്നായിരിക്കണമെന്ന് തിരുവചനം പറയുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? ഈ സാമാനങ്ങളുടെ അടുക്കലിരിക്കുന്ന ആരെന്നറിയാമോ? ഒരിക്കൽ യുദ്ധം ചെയ്തവർ. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ യുദ്ധം ചെയ്തവർ. അന്ന് യുദ്ധം ചെയ്തപ്പോൾ അവരുടെ കൈ നഷ്ടപ്പെട്ടു, കാല് നഷ്ടപ്പെട്ടു, വിരലുകൾ നഷ്ടപ്പെട്ടു. ശരീരത്തിലെ സ്വത്രം ആരോഗ്യം ശോഷിച്ചു. പക്ഷേ ഇന്ന് യുദ്ധം ചെയ്യുന്നവരുടെ സാമാനങ്ങളുടെ അടുക്കലിരുന്ന് അവരവരുടെ സാമാനങ്ങളെ പരിപാലിക്കുകയാ, സൂക്ഷിക്കുകയാ. സൂക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കൂട്ടം ആൾക്കാർ യുദ്ധം ചെയ്യുകയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആരോഗ്യമുള്ള കാലത്ത്, ബലമുള്ള കാലത്ത്, ശക്തിയുള്ള കാലത്ത് നീ ഇന്ന് ശക്തിയോടെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ചാൽ നാളെ നീ ഹല്ലേലൂയ പ്രായമാകും. നിന്റെ ജരാതരകൾ ബാധിക്കും, കാലിന്റെ ശേഷി കുറയും, ആരോഗ്യം കുറയും. ആലയത്തിന്റെ ഏതെങ്കിലും ഒരു ഹല്ലേലൂയ വശത്തിരുന്ന് നീ ജസ്റ്റ് ഇങ്ങനെ കൈ അനക്കുമ്പോൾ നിന്റെ തലമുറകൾ ദൈവത്തിന് വേണ്ടി അല്ലെ യുദ്ധം ചെയ്യും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി ജയമെടുക്കുകയാ. സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ മാതാപിതാക്കളെ, ആരാധന ഹോളി ഉഴപ്പാൻ പോകരുത് കേട്ടോ. ഉഴപ്പിയാൽ നിന്റെ തലമുറ അതിനേക്കാളും ഉഴപ്പുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാ പറയുകയാ. വല്യമ്മ ലോബീസിലെ വിശ്വാസം യുനീക്കയിലേക്കും, യുനീക്കയിലെ വിശ്വാസം തിമോത്തിയോസിലേക്കും പകരപ്പെട്ടതുപോലെ നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ മേലുള്ള എന്റെ വചനവും അല്ല നിന്റെ വായിൽ നിന്നോ സന്തതിയുടെ വായിൽ നിന്നോ ഇന്ന് മുതൽ ഒരു നാളും നീങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി വിളിച്ചു പറയുകയാ. നീ വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ നിന്റെ തലമുറ ഈ ദൈവത്തിന് വേണ്ടി വില കൊടുപ്പാനിടയായി തീരും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനിയും എങ്ങനെ വില കൊടുത്ത് ആരാധിക്കുന്നേ? ഒരു 4 കാര്യങ്ങൾ കർത്താവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവസന്നിധി വരുമ്പോൾ വിലയ്ക്ക് വാങ്ങിയ ഒരു വചനവുമായിട്ട് വരണം. സ്തോത്രം. വിലയ്ക്ക് വാങ്ങിയ വചനം. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന്റെ വില ഒരുപക്ഷെ 200 രൂപയാണെങ്കിൽ കോടിയേക്കാളും വിലയുള്ള ദൈവത്തിന്റെ വചനം മുട്ടുമേലിരുന്ന് പ്രാപിച്ച് വിലയ്ക്ക് വാങ്ങി ദൈവപാദപീഠത്തിൽ വന്നാൽ ആ സാക്ഷ്യത്തിൽ ആ വാക്യം ഒന്ന് പറഞ്ഞാൽ മതി. സ്വത്രം. ദൈവസഭ വിടിവിക്കപ്പെടാനിടയായി തീരും. സ്വത്രം. വിലയ്ക്ക് വാങ്ങിയ വചനം. 2, വില കൊടുത്ത് വിശുദ്ധിക്ക് വേണ്ടി പോരാടി ജയിച്ച ജയജീവിതവുമായി ദൈവപാദപീഠത്തിൽ ആരാധിക്കാൻ വരണം. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ഹല്ലേലൂയ വിശുദ്ധിക്ക് വേണ്ടി പോരാടി വിജയശ്രീലാളിതനായി ദൈവസന്നിധിയിൽ വന്ന് ജയിച്ച ജീവിതവുമായി ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മൂന്നാമത്തത്, ഒരാത്മഭാരം നമ്മുടെ അകത്ത് വേണം. 4, കർത്താവിനായി ഡിസ്റ്റർബ്ഡ് ആയ
ഒരു ഹൃദയം നമുക്ക് വേണം. കർത്താവേ, ഞാൻ ഒന്നുമായിട്ടില്ല, ഇതുവരെ ഒന്നുമാവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഡിസ്റ്റർബ്ഡ് ആയ ഹൃദയവുമായി ദൈവസന്നിധി നീ ആരാധിക്കാൻ വന്നാൽ, നീ കപ്പുമായിട്ടാ വരുന്നെങ്കിൽ കപ്പിനകത്ത് ദൈവം നിറയ്ക്കും. ബക്കറ്റായിട്ടാ വരുന്നെങ്കിൽ ബക്കറ്റിനകത്ത് നിന്റെ മേൽ നിറവ് തരും. സ്തോത്രം. ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ എന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. ഈ ലോകത്തെ കുറിച്ച് ഒന്നിനെ കുറിച്ചും നീ ചിന്തിക്കരുത്. ഒരപ്പനോട് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദോഷികളാകുന്ന ഈ ലോകത്തിലെ പിതാക്കന്മാർ മക്കൾക്ക് നല്ലതാണ് കൊടുക്കുന്നു എങ്കിൽ, എന്നോട് കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥനായ ദൈവമാകുന്ന ഞാൻ, തൃത്വത്തിൽ മൂന്നാമനായ ദൈവം എന്നെ തന്നെ ഞാൻ നിനക്ക് തരുമ്പോൾ നീ എന്തിനാ ഈ ലോകത്തെ കുറിച്ച് നീ ചിന്തിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാധനയ്ക്ക് കനത്ത വില ദൈവത്തിന്റെ മക്കൾ കൊടുക്കണം. എപ്പോഴും നിങ്ങളുടെ ഹൃദയം ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. ഞാൻ ഒന്നുമായിട്ടില്ല കർത്താവേ, ഇതുവരെ ഞാൻ ഏതുമായിട്ടില്ല കർത്താവേ എന്നുള്ളതായ ഒരു ഡിസ്റ്റർബ്ഡ് ആയ ഹൃദയം നിങ്ങൾക്കുണ്ടാകണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. സ്തോത്രം. ഈ യഥാർത്ഥമായ ആരാധന എന്താണെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടത്ത് ഞാൻ അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ 9:44 സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതം പഠിക്കുമ്പോൾ 2 പ്രാവശ്യം അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചതായിട്ട് കാണുന്നു. സ്തോത്രം. നമുക്കാകെ അറിയാവുന്ന ഒരു പരീക്ഷയേ ഉള്ളൂ. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം 2 പ്രാവശ്യം പരീക്ഷിച്ചു. സ്തോത്രം. ഒന്നാമത്തെ പരീക്ഷ നമുക്ക് കാണുന്നത് ദേശം, പ്രതിഭവനം, ചാർച്ചക്കാർ, ഇവരെ എല്ലാം വിടാൻ പറഞ്ഞു കർത്താവ്. ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ അബ്രഹാമിന്റെ ഭാര്യയാകുന്ന സാറായും മാത്രം ഒതുങ്ങുന്നതായ ഒരു യാത്രയ്ക്ക് വേണ്ടിയാ ദൈവം വിളിച്ചത്. പക്ഷേ അബ്രഹാമിന് പലരെയും വിടാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. അബ്രഹാമിന് വിടാൻ കഴിയാഞ്ഞത് കൊണ്ടാ അവന്റെ യാത്രയ്ക്ക് തടസ്സമായിരുന്ന തേരഹിനെ ദൈവം മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നല്ല ഉദ്ദേശത്തോടു കൂടിയ തേരഹ ഇറങ്ങിയെങ്കിലും പിന്നീട് തേരഹ വിഗ്രഹാരാധിയായി മാറിയതായി ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. കനാനിലേക്ക് വിളിക്കപ്പെട്ട യാത്രയ്ക്ക് തടസ്സമായി നിന്ന സ്തോത്രം തേരഹിനെ ദൈവം ഭൂമിയിൽ നിന്ന് മാറ്റിയെങ്കിലും അബ്രഹാം വീണ്ടും അനുസരണക്കേട് കാണിച്ചു. ഭാര്യയും അബ്രഹാമും പോകേണ്ട സ്ഥാനത്ത് വീണ്ടും ലോത്തിനെ കൊണ്ടുപോയി. അനുസരണക്കേടാ കാണിച്ചത്. എന്തെല്ലാം ഭവിഷ്യത്തുകളാ അവിടെ വന്നെന്നറിയാമോ? സ്തോത്രം. ഇന്നു രാത്രിയിൽ വളരെ വ്യക്തമായി ദൈവാത്മാവ് പറയുകയാ, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ അനുസരിപ്പാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ അതിഭയങ്കരമായ ഭവിഷ്യത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടും. അപ്പൊ നമ്മൾ ചോദിക്കും, പാസ്റ്ററെ, അബ്രഹാമിന്റെ സ്തോത്രം കൂടപ്പറ പല്ലിയോ ലോത്ത് കൊണ്ടുപോയി രക്ഷപ്പെടുന്നതിന് എന്തുവാ കുഴപ്പം? ദൈവം പറഞ്ഞിട്ടില്ല പോകാൻ. ലോത്ത് നിന്റെ കൂടപ്പറപ്പായിരിക്കും, പക്ഷേ ദൈവം പറയുന്ന വാക്കിന് വില കൽപ്പിക്കാതെ ആര്? അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും ഇന്നു രാത്രിയിൽ വളരെ ശക്തമായി ദൈവാത്മാവ് ദൂത് പറയുകയാ. സ്തോത്രം. അവിടെ അൻപേ പരാജയമായിരിക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. എന്നാൽ പിന്നത്തേതിൽ അബ്രഹാം അനുതപിച്ചു എന്ന് നമുക്ക് കാണാൻ. ഞാൻ അവിടെ അങ്ങ് വിടുകയാണ്. രണ്ടാമതായി അബ്രഹാമിനെ പരീക്ഷിച്ചത് 25 വർഷം കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞിനെ
മനുഷ്യ കുഞ്ഞിനെ യാഗം കഴിക്കുവാൻ തിരുവചനത്തിൽ ഒരു മനുഷ്യരോടും എന്റെ ദൈവം പറഞ്ഞിട്ടില്ല. സ്വന്തം മൃഗങ്ങളെ, പ്രാവുകളെ, കോലാടുകളെ, ചെമ്മരിയാടുകളെ ഒക്കെ യാഗം കഴിക്കാൻ പറഞ്ഞെങ്കിലും 25 വർഷം ആറ്റുനോറ്റി കാത്തു കിട്ടിയ ഒരു കുഞ്ഞിനെ യാഗം കഴിക്കുവാൻ ദൈവം പറയുകയാണ്. സ്വന്തം ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിടയായി, കർത്താവേ, ഇത് എന്നാ പരിപാടിയായത്? 25 വർഷം നിന്നയും പരിഹാസവും തുപ്പലും അനുഭവിച്ച് ജീവിച്ച ഈ മനുഷ്യന് അങ്ങ് തന്നല്ലേ വാഗ്ദത്തം ചെയ്ത് കുഞ്ഞിനെ കൊടുത്തത്? ആ കുഞ്ഞിനെ കൊല്ലുവാൻ പറയുന്ന അങ്ങ് സ്വത്രം ഒരു അന്യായമാണല്ലോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പൊ എന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, എന്തിനാ യാഗം കഴിക്കേണ്ടി വന്നതെന്ന്. ഉൽപ്പത്തി പുസ്തകം 21 അവസാന വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 21 അവസാന വാക്യം അതൊന്ന് പ്രൊജക്ട് ചെയ്തേ. ജീസസ്. ഒരു മിനിറ്റ്. 21 33 34 വാക്യം. 33 വാക്യം. അബ്രഹാം ബേർഷേബയിൽ ഒരു പിചുലവൃക്ഷം നട്ടു. നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ ആരാധന കഴിച്ചു. എന്തിനാ അബ്രഹാമിനെ രണ്ടാമതായിട്ട് ദൈവം പരീക്ഷിച്ചെന്നറിയാമോ? ആരാധന ഉഴപ്പാൻ തുടങ്ങി. അതുവരെ ആരാധന അബ്രഹാം എങ്ങനെ കഴിച്ചത് നിങ്ങൾ വായിച്ചു നോക്കണം. പോകുന്നിടത്തൊക്കെ യാഗപീഠം പണിത്, യാഗപീഠം പണിത്, കല്ലുകൾ അടുക്കി വെച്ച് യാഗപീഠം പണിത്, ഹല്ലേലൂയ, അത് വില കൊടുത്ത് ആരാധിക്കുന്നവൻ തലമുറ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആരാധന ഉഴപ്പി. സ്തോത്രം. ഞാൻ ഇന്നത്തെ കാലഘട്ടവുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. പണ്ടൊക്കെ നമ്മള് പ്രാർത്ഥിക്കുന്നത് പായിട്ട് മുഴങ്കാലിൽ മടക്കിയാണെങ്കിൽ ഇന്ന് കിടക്കുന്ന കട്ടിലെ തന്നെ ചമ്രവും വെടിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന വാത്സല്യ സഹോദര, ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, നിന്റെ പ്രാർത്ഥനയുടെ മോഡ് പോലും വിവേചിക്കുന്ന ദൈവം രാത്രി പറയുക, എവിടാ നീ ഉഴപ്പുന്നതിന്റെ അവിടെയാ ദൈവം പരീക്ഷിക്കുന്നത്. പ്രൈസലോ. സ്വത്രം. മർത്തോമയിലായിരുന്ന എന്റെ പിതാവ് പോലും മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ട ശീലം ഫ്രണ്ട് റൂമിൽ പായിട്ട് മുഴങ്കാലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ പെന്തക്കോസിലേക്ക് വന്നപ്പോ എനിക്ക് സിസ്റ്റം അങ്ങ് മാറി. സോഫയിലിരുന്ന് കാലൂട്ടാട്ടിക്കൊണ്ട് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. സോഫയിലിരുന്നുകൊണ്ട് കാലാട്ടുക, കട്ടിലേന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റുണ്ട് കിടക്കപ്പായെന്ന് 2 മിനിറ്റ്. സ്തോത്രം. അന്ന് കുരിശു വരയ്ക്കുന്നില്ലെന്നേ ഉള്ളു, ബാക്കി അതുപോലൊരു ചടങ്ങാ ഇന്ന് പകല്. ഓഫീസിലോട്ട് പോകുന്നേരം കർത്താവെ പ്രാർത്ഥിക്കുന്നതിന്റെ മെയിൻ കാരണം അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. കർത്താവെ പോകുന്ന വണ്ടി മറിയാതിരിക്കാൻ, സ്തോത്രം, അല്ലെങ്കിൽ ബൈക്ക് മറിയാതിരിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകൽ രാത്രി വേള ശക്തമായി ദൈവാത്മാവ് പറയുകയാ, ആരാധന കഴിഞ്ഞ നാളുകളിൽ, ഇല്ലായ്മയുടെ കാലങ്ങളിൽ, ശൂന്യതയുടെ കാലങ്ങളിൽ നീ ദൈവത്തെ വിളിച്ച വിളിയും ദൈവത്തോട് ചേർന്നിരുന്ന അനുഭവവും കണ്ട ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുകയാ, ഉഴപ്പിയാൽ ദൈവം നിന്നെ തൊടുവാനിടയായി തീരും. സ്വതന്ത്രം. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ ഇരുന്നോട്ട് വീട്ടിൽ പോയത് വായിച്ചാൽ മതി. അബ്രഹാം നേരത്തെ എങ്ങനെ ആരാധിച്ചെന്ന്. കൊച്ചിനെ കിട്ടാതിരുന്ന സമയത്ത് എവിടെ പോയാലും യാഗപീഠം, അവിടെ ഇവിടെ യാഗപീഠം പണിത് കുഞ്ഞിനെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാധന ഉഴപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. ഉഴപ്പാൻ തുടങ്ങിയപ്പോഴാ പിചുലവൃക്ഷം നട്ട് ഒരു പേരിന് വേണ്ടി ഒരു ആരാധന. ഇന്നു രാത്രി വളരെ ശക്തമായി പറയുകയാ, ഹല്ലേലൂയ, ഈ കൊറോണ കാലത്ത്
ഉഴപ്പുന്ന ദൈവത്തിന്റെ പൈതലെ, സ്തോത്രം. പ്രാർത്ഥന 2 മിനിറ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിനക്ക് പണ്ട് ഒരു ചപ്പല് പോലും ഇടാനില്ലാതിരുന്ന കാലം, അല്ലെങ്കിൽ നല്ലവണ്ണം ഭക്ഷണം കഴിക്കാനില്ലാതിരുന്ന ഒരു കാലം, ഇന്ന് തമ്പുരാൻ അനുഗ്രഹിച്ചപ്പോൾ ഉറക്കപ്പായിൽ വാ പോലും കഴുകാതെ, മുഖം പോലും കഴുകാതെ, പേരിന് വേണ്ടി 2 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന സഹോദര, ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, നിന്റെ ഉഴപ്പിനെ അവൻ ന്യായം വിധിക്കുമെന്ന് ദൈവാത്മാവ് അറിയിക്കുക. സ്വതന്ത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോ 25 വർഷത്തിന് ശേഷം കുഞ്ഞ് ജനിച്ചപ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്ത് കുഞ്ഞൊരു വിഗ്രഹമായി മാറി. സ്വതന്ത്രം. ആ വിഗ്രഹമായി മാറിയത് കൊണ്ടാണ് ആ കുഞ്ഞിനെ യാഗം കഴിപ്പാൻ ദൈവം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം ആ വാക്യം. പ്രൈസ് ജീസസ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. 1ഉം 2ഉം. എന്റെ സമയം തീരുകയാ. അതിന്റെ ശേഷം ഏതിന്റെ ശേഷം ആരാധന ഉഴപ്പി പിജലവൃക്ഷം നട്ട അതിനു ശേഷം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചിതാ ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അവിടെ താഴെ എഴുതിയിരിക്കുന്നത് എങ്ങനെ? അപ്പോൾ അവൻ നിന്റെ മകനെ നീ ഇപ്പോൾ സ്നേഹിക്കുന്നത് എന്നെ അല്ല, ഇപ്പോൾ സ്നേഹിക്കുന്നത് ഐഫോൺ എക്സാ, ഇപ്പോൾ നീ സ്നേഹിക്കുന്നത് ഹല്ലേലൂയ, ഇപ്പോൾ നീ സ്നേഹിക്കുന്നത് നിന്റെ തലമുറയാ, തലമുറയുടെ ജോലിയാ, തലമുറയുടെ ശമ്പളത്തെയാ. ഇപ്പോൾ നീ സ്നേഹിക്കുന്നത് ഈ ലോകത്തെയാ. ഇപ്പോൾ നീ സ്നേഹിക്കുന്നത് ഹല്ലേലൂയ മണ്ണിനെയാ. രാത്രി ദൈവാത്മാ പറയുകയാ, ദൈവത്തിന് കൊടുക്കിട്ടേണ്ട സ്നേഹം ഏതു വസ്തു കവരുമോ ആ വസ്തുവിനെ ദൈവം ന്യായം വിധിപ്പാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രാവിലെ ഇന്ന് എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആൾക്കാർ നോക്കുന്നത് വാട്സാപ്പിനകത്ത് എന്തോ മെസ്സേജ് വന്നതാ. ചില ആൾക്കാരെങ്കിൽ ന്യൂസാ നോക്കുന്നത്, കൊറോണ രോഗികൾ എത്ര കൂടി. സ്തോത്രം. പുസ്തകം തുറക്കുന്നതിന് മുൻപ്, പ്രാർത്ഥനാ ശബ്ദം വീട്ടിൽ ഉയരുന്നതിന് മുൻപ്, കുടുംബ പ്രാർത്ഥനയുടെ ശബ്ദം ഭവനത്തിൽ ഉയരുന്നതിന് മുൻപ്, സ്തോത്രം ഹല്ലേലൂയ, വാട്സാപ്പ് തുറക്കുന്ന വ്യക്തിയെ, ഫേസ്ബുക്കിൽ കടന്നു വന്ന മെസ്സേജ് വായിക്കുന്ന വ്യക്തിയെ, ദൈവത്തെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ സ്ഥാനം കവരുന്ന ഏതെങ്കിലും വസ്തുവിനെ ഇന്ന് രാത്രി നീ സ്നേഹിക്കുന്നെങ്കിൽ അതിനെ ദൈവം തൊടുമെന്ന് ദൈവം ശക്തമായിട്ട് ഇടപെടുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നോട് ക്ഷമിക്കണേ, ചില ആൾക്കാർ അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ എഴുന്നേക്കത്തില്ല, പക്ഷെ ദൈവം കൊടുത്തിരിക്കുന്ന സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ രാത്രി എഴുന്നേക്കും. ഭാര്യയെ ചൊറിയും, പ്രാർത്ഥിക്കാൻ വിളിക്കത്തില്ല. സ്തോത്രം. നിന്റെ ശരീരത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുവാൻ വേണ്ടി 2 മണിക്ക് ഭാര്യയെ ചൊറിയുന്ന വാത്സല്യ സഹോദര, ഹല്ലേലൂയ, പ്രാർത്ഥിക്കേണ്ടതായ സമയങ്ങൾ, സ്തോത്രം, ദൈവത്തിന് കൊടുക്കേണ്ട സമയങ്ങൾ കൊടുക്കാതെ വണ്ണം നീ എന്തിനെ സ്നേഹിക്കുന്നോ അത് വിഗ്രഹമാ. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ. അതുകൊണ്ടാണ് യേശു പുതിയ നിയമത്തിൽ പറഞ്ഞത്, എന്നേക്കാൾ ഉപരിയായി അപ്പനെയോ അമ്മയെയോ സഹോദരിയെയോ മക്കളെയോ നിലങ്ങളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് പ്രിയനല്ല. സ്തോത്രം. എനിക്ക് ഇന്നാൾ വരെ ഒരു വാക്യത്തിന്റെ അർത്ഥം എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു, അമ്മായി അപ്പനെ മരുമകനോടും
അമ്മായിയമ്മയെ മരുമകളോടും ഭേദിപ്പിക്കാനത്രേ ഞാൻ വന്നത്. ഞാൻ ചോദിച്ചു, കർത്താവേ, നീ സമാധാനം തരുന്ന ദൈവം ഇങ്ങനെ ഭേദിപ്പിക്കാനാണോ വന്നത്? എന്നോട് കർത്താവ് പറഞ്ഞു, മോനെ, എന്നേക്കാൾ ഉപരിയായി അപ്പനുമായിട്ട് നീ സ്നേഹം വെച്ചാൽ അവിടെ ഞാൻ ഭേദമുണ്ടാക്കും. എന്നേക്കാൾ ഉപരിയായി അമ്മായിയമ്മയെയും ഭാര്യയെയും മക്കളെയും സ്നേഹിച്ചാൽ അവിടുത്തെ ബന്ധം ഞാൻ പൊളിക്കും. ഇന്നു രാത്രിയിൽ വളരെ വ്യക്തമായി പറയുകയാണ്, യേശുവിലുപരിയായി നീ എന്തിനെ സ്നേഹിക്കുന്നോ അവിടെ ബന്ധത്തിനകത്ത് അവൻ വിച്ഛേദനം വരുത്തുമെന്ന് വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇന്നു രാത്രിയിൽ അറിയിക്കുകയാണ്. സ്തോത്രം. ആരാധനയിൽ അബ്രഹാം ഉഴപ്പിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവൻ പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ, ഞാൻ ഇവനൊരു തലമുറയെ ഉണ്ടാക്കി കൊടുക്കുവാൻ എന്റെ ദൈവം അതിന്റെ പിന്നിൽ മുടക്കിയ മുതൽ മുടക്ക് എന്താണെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം. നമുക്കൊക്കെ ഒരു ദിവസം ഉപവസിച്ചാൽ മതി, അല്ലെങ്കിൽ 3 നേരം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി പലരോട് സംസാരിച്ച് മറുപടി കൊണ്ടുതരുന്ന ദൈവം എത്ര വലിയ പ്രയത്നമാ അതിന്റെ പിന്നിൽ ചെയ്യുന്നതെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേര് മനസ്സിലാക്കുന്നു? ഒരിടത്തിരുന്ന് കൊച്ചുവഞ്ചാൻ പറയുന്നു, കർത്താവേ, എന്റെ വൈഫൈയോ അല്ലെങ്കിൽ സ്തോത്രം, ഇന്ന് കറണ്ട് പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോ വേറൊരാളടുത്ത് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ ബട്ടൺസ് കളഞ്ഞു പോയി, ഒരു ബട്ടൺസ് തരണേ. അപ്പോഴാ വേറൊരാളിരുന്ന് പ്രാർത്ഥിക്കുന്നേ, എനിക്ക് വാടക വഹിക്കാൻ പൈസ തന്നില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും. സ്തോത്രം. കോടിക്കണക്കിന് ആൾക്കാരുടെ കോടി വിഷയങ്ങൾ മുൻപിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ വെറും പുഴുവാകുന്ന ഒരു യോഗ്യതയുമില്ലാത്ത നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും തള്ളിക്കളയാതെ മറുപടി തരുന്ന ദൈവത്തെ ഇന്ന് രാത്രിയിൽ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? നമ്മളെക്കാൾ വിശുദ്ധന്മാർ പ്രാർത്ഥനാ വിഷയങ്ങൾ വെക്കുമ്പോൾ രാത്രിയിൽ ഫോർമാലിറ്റിക്ക് വേണ്ടി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തെയും അവഗണിക്കാതെ മറുപടി തരുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവാത്മാ വിളിച്ചു പറയുകയാ, അവന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. 25 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവുമായിട്ടുള്ള സ്നേഹത്തിന് വിള്ളല് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നീ സ്നേഹിക്കുന്നവനെ കൊല്ലണം. എന്താ സത്യാരാധന എന്ന് ഇന്ന് രാത്രി 6 പോയിന്റുകളുള്ള ഒരു മെസ്സേജാ. ഒരു പോയിന്റ് മാത്രമേ ഇന്ന് രാത്രി പറയാനൊക്കെ ഉള്ളൂ. ദൈവത്തിന്റെ സ്ഥാനം കവരുന്ന ഏതു വസ്തുവിനെയും ഏതു വ്യക്തിയെയും എന്തിനേയും അല്പസമയത്തേക്ക് ഉപേക്ഷിക്കുവാൻ, വിട്ടുകളയുവാൻ, കൊന്നുകളയുവാൻ ഉണ്ടാകുന്ന മനസ്സാണ് യഥാർത്ഥമായ സത്യാരാധന. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ദൈവത്തിന്റെ സ്ഥാനം കവരുന്ന, ദൈവത്തിന്റെ സ്നേഹത്തെ കവരുന്നതായ ഒരു വ്യക്തിയെ ആ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുവാൻ, ആ വസ്തുവിനെ എടുത്ത് മാറ്റിവെക്കുവാൻ, അതിനെ കൊന്നുകളയുവാൻ ഇന്നു രാത്രിയിൽ നീ കാണിക്കുന്ന മനസ്സിന്റെ ആ അവസ്ഥയാണ് യഥാർത്ഥമായ സത്യാരാധന. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞത്, നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് തരാൻ മടിക്കാഞ്ഞത് കൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെട്ടത് കൊണ്ട് നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രം പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടലിലെ മണൽത്തരികളെ പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത് 40 ദിവസം ഉപവസിച്ചുകൊണ്ടല്ല, 7 ദിവസം ഉപവസിച്ചുകൊണ്ടല്ല. ദൈവസ്നേഹത്തെ കവരുന്ന, ദൈവത്തിന്റെ സ്ഥാനം കവരുന്ന വിഗ്രഹമായിരുന്ന തന്റെ മകൻ ആരാധനയെ ഉഴപ്പുന്ന, ആരാധനയെ ഹല്ലേലൂയ ഒരു ഫോർമാലിറ്റി ആക്കി മാറ്റത്തക്ക നിലവാരത്തിൽ വിഗ്രഹമായി മാറിയ തന്റെ മകനെ പൂർണ്ണമായിട്ട് കൊല്ലുവാൻ, കത്തിയെടുത്ത് കൊല്ലുവാൻ തയ്യാറാകുന്ന ഒരു മനസ്സാണ് യഥാർത്ഥ ആരാധന. സ്തോത്രം. മോറിയ മലയിൽ ചെന്നു കത്തിയെടുത്ത് കൊല്ലും എന്നറിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവന്റെ സ്നേഹം എന്നോട് തന്നെ. 25 വർഷം കാത്തു കിട്ടിയ
തലമുറയേക്കാൾ വലിയതാണ് ഞാനെന്ന് സ്വർഗം മനസ്സിലാക്കിയപ്പോഴാണ് അബ്രഹാമിനോട് പറഞ്ഞത്, ബാലന്റെ മേൽ കൈവെക്കരുത്. സ്തോത്രം. ഇന്നു രാത്രിയിൽ നീ സ്നേഹിക്കുന്ന, നിന്റെ ആരാധനയെ കവരുന്ന, നിന്റെ കുടുംബ ജീവിതത്തിലെ അല്ലെങ്കിൽ പ്രതിഷ്ഠയെ കവരുന്ന, ദൈവത്തിന്റെ സ്നേഹത്തെ കവരുന്ന, ദൈവത്തിന്റെ സ്ഥാനം കവരുന്ന TV ആകട്ടെ, മൊബൈലാകട്ടെ, സോഷ്യൽ മീഡിയകളാകട്ടെ, ഭാര്യയാകട്ടെ, സെക്സ് ആകട്ടെ, എന്താകട്ടെ, ഇന്നു രാത്രിയിൽ അതിനെ അല്പസമയത്തേക്ക് മാറ്റിവെക്കുവാൻ എനിക്കിതിനേക്കാൾ വലുത് എന്റെ ദൈവമാ, എന്റെ കർത്താവാ, ആരാധനയാ എന്ന് ഹല്ലേലൂയ മനസ്സിൽ ഉറയ്ക്കുന്നവന്റെ തലമുറകളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്റെ സമയം അവസാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് തൽക്കാലം വിരാമം കുറിക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? എൻ്റെ കഴിഞ്ഞ കഷ്ടതയുടെ, തീച്ചൂളയുടെ അനുഭവങ്ങളിൽ എനിക്ക് എൻ്റെ ആദ്യ സ്ഥാനം എൻ്റെ കർത്താവിനായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ സ്ഥാനം എന്തിനാ? ആരാധന ഉഴപ്പിയോ? പ്രാർത്ഥന ഉഴപ്പിയോ? ഉപവാസം ഉഴപ്പുന്നുണ്ടോ? അല്ലെ ബൈബിൾ വാചന ഉഴപ്പുന്നുണ്ടോ? എന്തെങ്കിലും പ്രതി ഇന്ന് രാത്രി ഉഴപ്പ് വ്യാപരിക്കുന്നെങ്കിൽ വിളിച്ചു പറയുകയാ, ദൈവത്തിന്റെ സ്ഥാനം അത് കവർന്നെടുത്തു. അത് കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളെ ദൈവം തൊടും. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കുന്ന എന്താ സംഭവം? ഒരു 4-5 കാര്യം. ഞായറാഴ്ച ആരാധന മുടക്കി ട്യൂഷന് വിടുന്ന മക്കളെ വിടുന്ന അപ്പനും അമ്മയും ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെയാ സ്നേഹിക്കുന്നത്. ഞായറാഴ്ചക്ക് ആരാധനയ്ക്കിരുന്ന് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ വീട്ടിൽ പോയി ശാസിക്കാത്ത മാതാപിതാക്കൾ ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെയാ സ്നേഹിക്കുന്നത്. ആത്മീയ വിഷയത്തിൽ സകല കൊള്ളരുതായ്മകൾ കാണിച്ചാലും പോട്ടെ എന്ന് പറഞ്ഞ് കാണിക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെയാ സ്നേഹിക്കുന്നത്. കൊച്ചുമക്കളെ പിടിച്ച് മടിയിലിരുത്തി കൈകൊട്ടി ആരാധിക്കാതെ ആരാധനയ്ക്ക് സന്യാസി പോലെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യരെയാ സ്നേഹിക്കുന്നത്. ഇതുകൊണ്ടാ യേശു പറഞ്ഞത്, എന്നേക്കാൾ ഉപരിയായി ഈ ലോകത്തിൽ ആരെയും സ്നേഹിക്കരുത്, അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ടാണ് ഈ ഏലിയുടെ കുടുംബത്തെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞത്, നീ എന്നേക്കാൾ ഉപരിയായി മക്കളെ ബഹുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നു രാത്രിയിൽ മക്കളെ ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നവർ, ദൈവത്തിന്റെ സ്ഥാനം കവരുന്ന ഹല്ലേലൂയ മക്കൾ ദൈവ ന്യായവിധിപ്പാനിടയായി തീരും. ഇന്നു രാത്രിയിൽ മണ്ണെ പ്രതി മാണിക്യം വെടിയരുതെന്ന് ദൈവനാമത്തിൽ ശബ്ദമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മക്കളെ, 2 കുഞ്ഞുങ്ങളെ, എനിക്ക് 2 ആൺമക്കളാ, സ്കൂളിൽ ABCD എഴുതാൻ തുടങ്ങിയ കാലം മുതൽ അവരുടെ കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല. രാവിലെ വലിച്ച് ഞാൻ എഴുന്നേൽപ്പിക്കും. 5:30 മണിക്ക് ഞാൻ അവരെ എഴുന്നേൽപ്പിക്കും. രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് അവരെ ഇരുത്തും. വാക്യം പറഞ്ഞില്ലെങ്കിൽ, എനിക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിച്ചില്ലേലും ദൈവത്തിന്റെ ആലയത്തിൽ വാക്യം പറയേണ്ടത് കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ ആരാധന കഴിയുമ്പോൾ ഞാൻ പൊതുവെ തല്ലാറുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ കർത്താവാണ് എനിക്ക് വലുത്, എൻ്റെ യേശുവാണ് എനിക്ക് വലുത്, ദൈവവചനമാണ് എനിക്ക് വലുത്. യഥാർത്ഥ സത്യാരാധന ഇന്ന് രാത്രിയിൽ ചിലതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? കൊല്ലാനായിട്ട് കത്തിയെടുക്കാൻ തയ്യാറാണോ? മാറ്റിവെക്കാൻ തയ്യാറാണോ? ആ വ്യക്തികളെ വിളിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാ. യേശു വരുവാൻ സമയമായി, കാഹളം ധ്വനിക്കുവാൻ സമയമായി.
ദൈവത്തിന്റെ പൈതലേ, കൊറോണ ഇങ്ങനെ ഒരു വാക്സിനും കണ്ടുപിടിച്ചാലും കൊറോണ കുറയത്തില്ല, കൊറോണ കൂടും. ഇത് ദൈവത്തിന്റെ കരമാ. ഇത് അല്ലേ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയ. ഇത് ലോകത്തിലുള്ള ഒരുത്തരും ഇതിനെ കുറയ്ക്കാൻ ഒക്കത്തില്ല. ഇത് കൂടും. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമുക്ക് ഒരുങ്ങാം ദൈവമക്കളെ. നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുക്കാം. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കാഹളധ്വനിയിൽ ആ ശബ്ദം കേൾക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ശ്രേഷ്ഠ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. എനിക്ക് സമയം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടും ഈ മീറ്റിങ്ങിലുള്ള എല്ലാ ഭാരവാഹികളോടും കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൃത്യമായിട്ടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മുടെ ആത്മാവിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുസരിക്കേണ്ടത്. ഹല്ലേലൂയ. വ്യക്തിപരമായിട്ട് കർത്താവ് നമ്മളോട് ദൈവം ഇന്ന് രാത്രി സംസാരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് ദൈവദാസനിൽ കൂടി ഇന്ന് രാത്രി ശക്തിമേറിയ ദൂത് ഇന്ന് രാത്രി കർത്താവ് നൽകിയത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഈ ദിവസങ്ങൾ നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ സ്നേഹം നിനക്ക് മാത്രമാണ്, മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട്. ഓ കർത്താവെ, ഞാൻ അങ്ങ് സ്നേഹിക്കുന്നുവെന്ന് എത്ര പേർ ഇന്ന് രാത്രി താഴ്ച സമർപ്പിക്കും? ഇന്ന് രാത്രി എത്ര പേർ താഴ്ച സമർപ്പിക്കും ഈ വചനപ്രകാരം? ഹല്ലേലൂയ. കർത്താവിന്റെ ക്രിയ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് ക്രിയ ചെയ്തിരിക്കുകയാണ്. ഹൃദയങ്ങളോട് കർത്താവ് സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ചില ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അത് ക്രിയ ചെയ്തിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ പുതിയൊരു സമർപ്പണം, പുതിയ ആത്മാവിന്റെ പുതിയൊരു തലത്തിലേക്ക് കർത്താവിനെ മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ വേണ്ടി. ഒന്ന് ചേർന്നത് പാടാമോ? എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരുകയില്ല. എൻ്റെ ഇതെല്ലാം നിനക്ക് മാത്രം, എന്നെ മുറ്റും തരുന്നിതാം. കർത്താവേ, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കൊണ്ടുപോകില്ല, വേറെ ആരും കവരുകയില്ല, വേറെ ആരും മോഷ്ടിച്ചു കൊണ്ടുപോകത്തില്ല. എൻ്റെതെല്ലാം നിനക്ക് മാത്രമാണ്. ഇത് രാത്രി സമ്പൂർണമായിട്ട് എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ സമർപ്പിച്ച് പാടിയാട്ടെ. എന്റെ സ്നേഹം നിനക്കു stay.
നന്ദി ഞങ്ങൾ ഇന്ന് രാത്രി അറിയിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് അബ്രഹാം ഇപ്പോൾ പ്രാർത്ഥിച്ച് ആമേൻ ആശീർവാദം പറയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രാത്രി പ്രിയ കർത്തദാസൻ കൂടി വിലപ്പെട്ട ആലോചന കർത്താവ് തന്നല്ലോ. വചനത്തിന് മുൻപാകെ നമുക്ക് നമ്മെ താഴ്ത്താം. അൻപുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. അവിടുത്തെ ആമേൻ ദാസനിൽ കൂടി അനുഗ്രഹീതമായ ദൂത് ഈ രാത്രി കർത്താവ് ഞങ്ങൾക്ക് തന്നല്ലോ. അപ്പാ, ദൈവം ആത്മാവാകുന്നു. കർത്താവിനെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും. എന്താണ് സത്യം, എന്താണ് വിശുദ്ധി? ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? കർത്താവിനെ പരമാർത്ഥ ഹൃദയത്തോടെ സ്നേഹിപ്പാൻ, എല്ലാറ്റിനേക്കാളും ഉപരിയായി കർത്താവിനെ സ്നേഹിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി ഇന്ന് രാത്രി ഈ വചന കേൾവി കർത്താവ് എല്ലാവർക്കും അനുഗ്രഹപ്രദമാക്കി കർത്താവ് തീർത്തിരിക്കയാൽ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും പേരുപരായി കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവവചനം പറഞ്ഞ അങ്ങയുടെ ദാസനെ കർത്താവ് ഉപയോഗിക്കണമേ. അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദാസന്റെ ശുശ്രൂഷകളെ പിന്നെ മാനിക്കണം. കുടുംബമായി കർത്താവരെ അനുഗ്രഹിക്കണമേ. ഈ രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനത്തിന് മുൻപാകെ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ഇതിന് മുഖാന്തരമായി തീർന്ന സ്പിരിച്വൽ വേഴ്സിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ പ്രവർത്തനങ്ങളെ പിന്നെയും ആദരിക്കണമേ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഈ രാത്രി ദേശത്തിനു വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടും. സമാധാനത്തോടെ ഈ രാത്രി ഞങ്ങളെ മടക്കിയേക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും വചനം കേട്ട എല്ലാവരുടെ മേലും ശുശ്രൂഷിച്ച കർത്തൃദാസന്റെ മേലും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ ഒരു ഉണ്ടായിരിക്കും.